സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അഭിപ്രായം തേടാൻ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച നവകേരള സർവേയുടെ നടത്തിപ്പ് സിപിഐഎമ്മിന്. സർവേക്കായി LDF പ്രവർത്തകരെ കണ്ടെത്താൻ ജില്ലാ കമ്മിറ്റികൾക്ക് സംസ്ഥാന കമ്മിറ്റി കത്ത് നൽകി. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള LDF സ്ക്വാഡ് വർക്കായി സർവേ മാറുമെന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. സർക്കാർ ചെലവിൽ പാർട്ടി പ്രവർത്തനം അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. നവകേരള സർവേ ഇപ്പം എന്ത് സർവേയാണ്? ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സർവേ അത് പാർട്ടി എങ്ങനെയാവണത്? അത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതി, ഗവൺമെന്റ് പൈസ കൊടുത്തുകൊണ്ട് പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് സർവേ നടത്തിയാൽ അതിനെന്തിനാ CPM സംസ്ഥാന കമ്മിറ്റി സർക്കുലർ അയക്കുന്ന പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് സർവേ നടത്തണമെന്ന്? സർക്കാരിന്റെ കാര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിക്ക് എന്താ കാര്യം? സർവേ എന്നുള്ള പേരിൽ സ്ക്വാഡ് പ്രവർത്തനം നടത്തുകയാണ് നാട്ടുകാരുടെ ചെലവിൽ. ആ പണം ഉപയോഗിച്ച് പാർട്ടി പ്രവർത്തകരെ വെച്ച് സർവേ നടത്തിയാൽ ഞങ്ങൾ എതിർക്കും. ഞങ്ങൾ നിയമപരമാവും രാഷ്ട്രീയവുമായി അതിനെ നേരിടും. ഇനിയും കൈയിട്ട് വരികയാണ്, നശിപ്പിച്ചു മുഴുവൻ കേരളം, ഖജനാവ് മുഴുവൻ കാലിയായി. റഹീസ് റഷീദും TV പ്രസാദും എത്തുന്നു. വീണ്ടും ആദ്യം റഹീസിലേക്ക്. റഹീസ്, വെൽക്കം ബാക്ക്. LDFന്റെ സർവേ അത് സർക്കാരിന്റെ ചെലവിൽ നടത്തുന്നതിനെ, അതിനുവേണ്ടി പാർട്ടി പ്രവർത്തകരെ നിയോഗിക്കുന്നതിനായിട്ടുള്ള നീക്കങ്ങൾ കൂടി നടക്കുന്ന ഒരു സാഹചര്യമാണല്ലോ നമ്മൾ കാണുന്നത്. നവകേരള സർവേ വിവാദത്തിലാവുകയാണോ? സുജി, അത് വിവാദത്തിലാവുകയാണ്. കാരണം നവകേരള സർവേ നടത്തുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് സർക്കാരിന് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഈ സർവേ ഉള്ളത്. സാമൂഹ്യ സന്നദ്ധ വെബ് പോർട്ടൽ വഴി ആളുകൾക്ക് അപേക്ഷിക്കാം ഈ സർവേയുടെ ഭാഗമായി എന്നതായിരുന്നു സർക്കാർ അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെ നടക്കുന്ന സർവേയിൽ LDF അനുഭാവികളായ ആളുകളെ സന്നദ്ധ പ്രവർത്തകരാക്കണം എന്ന് നിർദ്ദേശിച്ച് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി 14 ജില്ലാ കമ്മിറ്റികൾക്കും ഒരു കത്ത് നൽകിയിരിക്കുകയാണ് ചെയ്തിരുന്നത്. ആ കത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, CPM പ്രവർത്തകർ LDF പ്രവർത്തകർ മാത്രമായിരിക്കണം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവേണ്ടത്. ഇതിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഒന്ന് 20 കോടി രൂപയാണ് ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. മറ്റൊന്ന് ആ പണം ഇവർക്ക് തന്നെ ആയിരിക്കും കിട്ടുക. മറ്റൊന്ന് ഈ കാലയളവ് എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലയളവും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പുള്ള മാസവുമാണ്. ഈ സാഹചര്യത്തിൽ വാർഡുകൾ കേന്ദ്രീകരിച്ച് LDF പ്രവർത്തകർ പോകുന്നതിന് സർക്കാർ അവർക്ക് പണം കൊടുക്കുന്നു എന്നതാണ് രാഷ്ട്രീയമായി പ്രതിപക്ഷം വിമർശനത്തിലേക്ക് വരാം. TV പ്രസാദ് കൂടിയുണ്ട്. റഹീസ്, നമുക്കൊപ്പം. TV പ്രസാദ്, 1 2 അല്ല 80 ലക്ഷം വീടുകളിലാണ്. തെരഞ്ഞെടുപ്പ് സമയത്താണ്. പ്രതിപക്ഷത്തിന് വിമർശനത്തിൽ കഴമ്പില്ലേ? ഉറപ്പായുമുണ്ട്. ഇത്തരം പരിപാടികൾ അത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മാത്രം നടത്തേണ്ടതാണ്. മാത്രമല്ല, ഇതിൽ LDFന്റെ പ്രത്യേകിച്ച് CPIMന്റെ പ്രവർത്തകരും അതുപോലെ ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് ഈ സർവേ മാറുന്നു എന്നുള്ളതാണ്. സർവേയിൽ തന്നെ പൂർണ്ണമായും LDF പ്രവർത്തകരും CPIM പ്രവർത്തകരും മാത്രമാണെങ്കിൽ സർവേ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന കാര്യം എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു നേരത്തെ VD സതീശൻ പറഞ്ഞതുപോലെ പാർട്ടി പരിപാടി ആയിരുന്നെങ്കിൽ വിവാദമോ മറ്റ് ചർച്ചകളോ ഒന്നുമില്ല. ഇത് സംസ്ഥാന സർക്കാർ തീരുമാനിച്ച ഒരു പരിപാടിയാണ്. സംസ്ഥാന സർക്കാർ തീരുമാനിച്ച പരിപാടിയാകുമ്പോൾ അതിലേക്ക് ആളുകളെ കോപ്റ്റ് ചെയ്യുന്നത് അത് സുതാര്യമായിരിക്കണം. പക്ഷേ അതല്ലാതെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ കത്തിൻ്റെ വഴിയായി എല്ലാ ജില്ലാ കമ്മിറ്റികളും തീരുമാനിക്കുന്ന ആളുകൾ ഈ സർവേ സംഘത്തിനോടൊപ്പം ചേർന്നാൽ സർവേ എന്നുള്ളത് പൂർണ്ണമായും അത് സർക്കാരിന് അനുകൂലമായൊരു റിപ്പോർട്ടായി മാറും എന്നതിലുപരിയായി ഇതിനു വേണ്ടി നീക്കിവെച്ച ഏതാണ്ട് 20 കോടി രൂപ അതേതാണ്ട് പൂർണ്ണമായും പാർട്ടിക്കാരുടെ കയ്യിലേക്ക് തന്നെ പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. ഒപ്പം യഥാർത്ഥത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതാ നടക്കാൻ പോകുന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധികം നാളില്ല. ഈ സമയത്ത് യഥാർത്ഥത്തിൽ ഒരു പാർട്ടി മിഷനറി ചലിപ്പിക്കുക കൂടിയായി ഇത് മാറും എന്ന കാര്യം ഉറപ്പാണ്. സുജയ. TV പ്രസാദും റഹീസ് റഷീദുമാണ് വിവരങ്ങൾ നൽകിയത്. സർവേ വിവാദമായിരിക്കുന്നു. ഇനി അത് വേണ്ടെന്ന് വെക്കുമോ? അതാണ് അറിയേണ്ടത്.